യുഎഇയിൽ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും അഭിപ്രായങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ തൊഴിൽ മന്ത്രാലയത്തെ അറിയിക്കാൻ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ ആമേൻ എന്ന പേരിലാണ് ആപ്ലിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. ദുബായിൽ നിന്നും ടി ജമാലുദ്ദീന്റെ റിപ്പോർട്ട്. യുഎഇയിലെ 50 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികൾക്കും 3.5 ലക്ഷത്തോളം തൊഴിലുടമകൾക്കും ഗുണകരമാകുന്നതാണ് ആമേൻ എന്ന പേരിൽ തൊഴിൽ മന്ത്രാലയം ഇറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. തൊഴിലാളികൾക്കും തൊഴിലുടമക്കുമൊക്കെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് തൊഴിൽ മന്ത്രാലയം IT വിഭാഗം ഡയറക്ടർ അഹമ്മദ് അൽ നാസർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പുതിയ ആപ്ലിക്കേഷൻ സഹായകമാകും. ശമ്പളം വൈകിയാൽ, പ്രക്ഷോഭത്തിന്റെ സാഹചര്യമുണ്ടായാൽ, വേതന സംരക്ഷണ സംവിധാനം തകരാറിലായാൽ, ഉച്ചവിശ്രമ നിയമം ലംഘിക്കപ്പെട്ടാലൊക്കെ ആമൻ വഴി പരാതി ബോധിപ്പിക്കാൻ കഴിയും. ശമ്പളം സംബന്ധിച്ചുള്ള പരാതികളാണ് തൊഴിൽ മന്ത്രാലയത്തിന് ഏറെ ലഭിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. This mobile application was built upon market needs, customer requirements and business requirements as well. പ്ലേ സ്റ്റോറിൽ നിന്നാണ് ആമൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്. യൂസർ നെയിമും പാസ്വേഡും നൽകിയാൽ ആർക്കും തങ്ങളുടെ കരാറടക്കമുള്ള വിവരങ്ങൾ ലഭിക്കും. വേതന സംരക്ഷണ സംവിധാനം എത്രമാത്രം കാര്യക്ഷമമായി നടക്കുന്നു എന്ന് തൊഴിലുടമക്ക് വിലയിരുത്താനാകും. എംപ്ലോയർ സർവീസ്, വ്യൂ ലേബർ കാർഡ്, എംപ്ലോയി സർവീസ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളാണ് പുതിയ ആപ്ലിക്കേഷനിൽ ഉള്ളത്. തൊഴിൽ തർക്കങ്ങൾ സംബന്ധിച്ച പരാതി ലഭിക്കുമ്പോൾ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നുകയാണെങ്കിൽ തൊഴിൽ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് അന്വേഷണം നടത്തും. ഉചിതമായ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും. യുഎഇയിലെ തൊഴിലവസരങ്ങളെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങളും ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകും. തൊഴിലുടമയ്ക്ക് തൊഴിലാളികൾ ആവശ്യമുണ്ടെങ്കിൽ പുതിയ ആപ്ലിക്കേഷൻ വഴി അറിയിക്കാൻ സാധിക്കും. തൊഴിൽ ക്യാമ്പിലെ നിയമവിരുദ്ധമായ നടപടികളുണ്ടെങ്കിലും താമസ സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഫോട്ടോ ഉൾപ്പെടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അധികൃതർക്ക് പരാതി ബോധിപ്പിക്കാൻ കഴിയും. നിലവിൽ അറബി, ഇംഗ്ലീഷ് ഭാഷകളിലാണ് ആപ്ലിക്കേഷൻ ഉള്ളത്. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. ഷാർജ സെൻസസിൽ ഇതുവരെ വിവരങ്ങൾ കൈമാറാത്തവർ 800800 എന്ന നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ നൽകണമെന്ന് അധികൃതർ അറിയിച്ചു. ഷാർജ എമിറേറ്റിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളും കുടുംബങ്ങളും വിദേശത്തുള്ളവരും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഹോട്ട്ലൈൻ നമ്പറിൽ വിളിച്ച് ഉടൻ വിവരം നൽകണമെന്ന് സെൻസസിന് മേൽനോട്ടം വഹിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വകുപ്പ് നിർദ്ദേശിച്ചു. കണക്കെടുപ്പിന് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ വീട്ടിലില്ലാത്തവരും രാജ്യത്തിന് പുറത്തുള്ളവരും ഈ അവസരം വിനിയോഗിക്കണമെന്ന് വകുപ്പ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ താനി പറഞ്ഞു. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവ്. 2015-ൽ 16,000 സ്ഥാപനങ്ങൾ പുതിയതായി രജിസ്റ്റർ ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഇതോടെ ചേംബറിലെ മൊത്തം സ്ഥാപനങ്ങളുടെ എണ്ണം 1,85,000 അംഗത്വം അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചേംബറുകളിൽ ഒന്നായി തങ്ങൾ മാറിയതായി പ്രസിഡന്റ് ഹമദ് ബു ആമീം പറഞ്ഞു. മറ്റുള്ളവരുടെ സ്വകാര്യത തടസ്സപ്പെടുത്താതെയും നിയമലംഘനം ഒഴിവാക്കിയും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കണമെന്ന് UAE ആഭ്യന്തര മന്ത്രാലയം. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം ബോധവൽക്കരണം ആരംഭിച്ചു. കുറ്റകൃത്യങ്ങളും ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സൈറ്റുകളിൽ കടക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഓൺലൈൻ ചൂഷണത്തിന് ഇരയാകാതിരിക്കാൻ ഇന്റർനെറ്റ് ഉപയോഗത്തിൽ കരുതൽ പാലിക്കണമെന്നും മന്ത്രാലയം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഓർമ്മിപ്പിച്ചു. സൗദി തൊഴിൽ നിയമം 77 വകുപ്പ് ദുരുപയോഗം ചെയ്ത് സൗദി ജീവനക്കാരെ അവരുടെ അവകാശങ്ങൾ വകവെച്ചു നൽകാതെ പിരിച്ചുവിടാൻ ആർക്കും കഴിയില്ലെന്ന് സൗദി തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രിജ് അൽഹഖ്ബാനി പറഞ്ഞു. സൗദി തൊഴിൽ നിയമ ഉപദേശ സേവന പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ദുരുപയോഗം ചെയ്ത് സൗദി ജീവനക്കാരെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാതെ പിരിച്ചുവിടാൻ ആർക്കും കഴിയില്ലെന്ന് സൗദി തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രിജ് അൽഹഖ്ബാനി പറഞ്ഞു. സൗദി തൊഴിൽ നിയമോപദേശ സേവന പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗദി തൊഴിൽ വിപണി മികച്ചതും കരുത്തുറ്റതും നിയമപരവുമാക്കി മാറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തൊഴിൽ നിയമോപദേശ സേവന പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും വിവിധ രാജ്യങ്ങളുടെ എംബസികൾക്കും നിയമോപദേശങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധ്യമാവും. തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം മാത്രമല്ല, സൗദി തൊഴിൽ വിപണിയിലെ പ്രശ്നങ്ങൾ ലഘൂകരിക്കുവാനും തൊഴിൽ കരാറുകൾ പരിപാലിക്കപ്പെടുവാനും പുതിയ സേവന പദ്ധതിക്ക് സഹായമാവും. തൊഴിൽ നിയമം, തൊഴിൽ കരാർ, സേവനാനന്തര ആനുകൂല്യം, തൊഴിൽ സമയം, അവധി, പരിശീലനം, വനിതാവൽക്കരണം തുടങ്ങിയ വിവിധ വിഷയങ്ങളെക്കുറിച്ച് തങ്ങളോട് നിയമോപദേശം തേടിയതായി പങ്കെടുത്ത തൊഴിൽ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി അറിയിച്ചു.
തൊഴിൽ മേഖലയിലെ പരാതികൾ നേരിട്ട് കണ്ട് പരിഹാരം കാണുന്നതിന് അടുത്തിടെ വീഡിയോ കോൺഫറൻസ് സേവനം ആരംഭിച്ചിരുന്നു. നേരിട്ട് പരാതികൾ സമർപ്പിക്കുന്നതിന് യാത്രകൾ ഒഴിവാക്കാൻ ഈ സേവനം മൂലം സാധ്യമാകും. തൊഴിൽ തർക്ക പരിഹാര സമിതികൾ നീതിന്യായ മന്ത്രാലയത്തിന് കീഴിലേക്ക് മാറ്റുന്ന പദ്ധതി ഈ വർഷം തന്നെ പ്രാബല്യത്തിൽ വരുത്തുമെന്നും തൊഴിൽ മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദമാം. ഇന്ത്യയിൽ നിന്നുള്ള പച്ചമുളക് ഇറക്കുമതിക്കുള്ള നിരോധനം നീക്കി. കയറ്റുമതി ചെയ്യുന്ന മുളകുകൾ കീടനാശിനി വിമുക്തമായിരിക്കുമെന്ന് ഇന്ത്യ കയറ്റുമതി ഡെവലപ്മെന്റ് അതോറിറ്റി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് നിരോധനം നീക്കിയത്. ഇന്ത്യയിൽ നിന്നുള്ള പച്ചമുളക് ഇറക്കുമതി ചെയ്യുന്നതിന് സൗദി കാർഷിക മന്ത്രാലയം താൽക്കാലികമായി ഏർപ്പെടുത്തിയ നിരോധനം നീക്കം ചെയ്തു. പച്ചമുളകിൽ അമിതമായി കീടനാശിനി പ്രയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് 2014 മെയ് മാസത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള പച്ചമുളക് ഇറക്കുമതി ചെയ്യുന്നത് സൗദി കാർഷിക മന്ത്രാലയം നിരോധിച്ചത്. സൗദിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇന്ത്യയിലെത്തി വിശദമായി പരിശോധിച്ച ശേഷമാണ് മന്ത്രാലയം നിരോധനം നീക്കിയത്. കൂടാതെ കയറ്റുമതി ചെയ്യുന്ന മുളകുകൾ കീടനാശിനി വിമുക്തമായിരിക്കുമെന്നും മറ്റു സുരക്ഷിതത്വവും ഇന്ത്യ കയറ്റുമതി ഡെവലപ്മെന്റ് അതോറിറ്റി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഇറക്കുമതിക്കുള്ള നിരോധനം നീക്കിയതെന്ന് ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയിൽ നിന്നും എല്ലാത്തരം മുളകുകൾക്കും ഇറക്കുമതി ചെയ്യുന്നതിനുണ്ടായിരുന്ന നിരോധനം നീക്കം ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദമാം. തളിപ്പറമ്പ് മുനിസിപ്പൽ KMCC സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ഫെസ്റ്റ് 2016 ജനുവരി 22 വെള്ളിയാഴ്ച അബുദാബി ആംഡ് ഫോഴ്സ് ഓഫീസേഴ്സ് കൽബ് ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 16 ടീമുകൾ മാറ്റുരയ്ക്കുന്ന മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്ന ടീമിന് ഹബീബ് റഹ്മാൻ സ്മാരക എവറോളിംഗ് ട്രോഫിയും 4000 ദിർഹവും സമ്മാനമായി ലഭിക്കും. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് ഭാരവാഹികളായ ഷഫീഖ് ഷംസുദ്ദീൻ, ഷബീർ, UM ഷറഫുദ്ദീൻ, ഷിഹാം ബഷീർ, ഡോക്ടർ രാജീവ്, കുഞ്ഞിരാമൻ നായർ, സജ്ജാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുവൈറ്റിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. കുവൈറ്റിൽ ഡിസൈനറായി ജോലി ചെയ്യുന്ന കോഴിക്കോട് വടകര സ്വദേശി കക്കുഴി പറമ്പത്ത് വീട്ടിൽ ഹാരിസ് ആണ് മരിച്ചത്. റോഡിലൂടെ നടന്നു പോകുമ്പോൾ സ്വദേശി ഓടിച്ചിരുന്ന കാർ ഹാരിസിനെ ഇടിക്കുകയായിരുന്നു. സൗദിയിലെ പ്രമുഖ റീറ്റെയിൽ വിതരണ ശൃംഖലയായ സിറ്റി ഫ്ലവർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ 6ന്റെ ഭാഗമായി സൗദിയിലെ വിവിധ നഗരങ്ങളിൽ നടത്തിയ സമ്മാന പദ്ധതിയുടെ വിജയികളെ പ്രഖ്യാപിച്ചു. റിപ്പോർട്ടിലേക്ക്. സൗദിയിലെ പ്രമുഖ റീറ്റെയിൽ വിതരണ ശൃംഖലയായ സിറ്റി ഫ്ലവർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ 6ന്റെ ഭാഗമായി സൗദിയിലെ വിവിധ നഗരങ്ങളിൽ നടന്ന സമ്മാന പദ്ധതികളുടെ വിജയികളെ പ്രഖ്യാപിച്ചു. അഫറൽ ബാത്തിൻ സൗദി പൗരൻ ഉമർ ദാഹിം അൽ അലീല, ഹായിലിൽ മംഗലാപുരം സ്വദേശി നെല്ലിൽ അബ്ദുൽ കരീം, റിയാദിൽ സ്വദേശി വനിത മുന്ന ഹസൻ ഗുദേശി, ഫിലിപ്പൈൻ പൗരൻ വിക്ടർ JR, ദമാമിൽ തിരുവനന്തപുരം സ്വദേശി ജയകുമാർ, ജുബൈലിൽ യമൻ സ്വദേശി സാലിഹ് അബ്ദുൽ സാലിഹ് എന്നിവരാണ് ഒന്നാം സമ്മാനമായ ടൊയോട്ട പ്രാഡോ കാറിന് അർഹരായത്. ബുറൈദയിലെ നറുക്കെടുപ്പ് വിജയിയെ ഇനിയും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ ഫലം പുറത്തുവിട്ടിട്ടില്ല. സിറ്റി ഫ്ലവർ എല്ലാ വർഷവും നടത്തിവരുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ 6ാമത് സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 6ാമത് സീസണിൻ്റെ ഭാഗമായി വിവിധ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി പ്രഖ്യാപിച്ചിരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം 7 ടൊയോട്ട ലാൻഡ് ക്രൂസർ പ്രാഡോ കാറുകളായിരുന്നു. റിയാദ്, ദമാം, ഹഫർബാത്തിൻ, ഹായൽ, ബുറൈദ, ജുബൈൽ എന്നിവിടങ്ങളിലായാണ് ഉപഭോക്താക്കൾക്കായി പ്രാഡോ കാർ ഒരുക്കിയിരുന്നത്. ഇന്നിവിടെ നടന്ന മെഗാ ഡ്രോയിൽ റിയാദിൽ നടന്ന 2 കാറുകൾക്ക് വേണ്ടി റിയാദിൽ ഡ്രോ നടന്നത്. ഒന്ന് റിയാദ് മല്ല പ്ലാസിൽ നടന്നിരിക്കുന്ന മെഗാ ഡ്രോ വിജയിച്ചിരിക്കുന്നത് മിസ്റ്റർ വിക്ടറാണ്. വി കൺഗ്രാറ്റുലേറ്റ് മിസ്റ്റർ വിക്ടർ. വിവിധ ശാഖകളിൽ ചാംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളുടെയും ആയിരക്കണക്കിന് ഉപഭോക്താക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു അന്തിമ വിജയികളെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പ്. ഒക്ടോബർ 29 മുതൽ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി 7 ടൊയോട്ടോ ലാൻഡ് ക്രൂസർ പ്രാഡോ കാറുകൾക്കൊപ്പം $1,00,000 ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാനമായി വിതരണം ചെയ്യുന്നുണ്ട്. ലിബറോ ജീൻസ് ആൻഡ് ടീഷർട്ട് ഫെസ്റ്റിവൽ, ഇലോറ ഇലക്ട്രോണിക്സ് ഫെസ്റ്റിവൽ, ഇമാമി ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഫെസ്റ്റിവൽ, സ്പേസ് ആൻഡ് കിച്ചൺ ഫെസ്റ്റിവൽ തുടങ്ങിയ വിവിധ തുറകളിൽ വ്യത്യസ്തമായ ഓഫറുകളുമായി 3 മാസത്തോളം നീണ്ട സമ്മാന പദ്ധതിയിൽ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ പങ്കാളികളായി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അടുത്ത മാസം സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ വിതരണം ചെയ്യും. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. പത്തനംതിട്ട ജില്ലയിലെ അടൂർ മണക്കാല സ്വദേശി ചെറുവില വീട്ടിൽ രമേശിനെ ജനുവരി 1 മുതൽ ദമാമിൽ വെച്ച് കാണാനില്ലെന്ന് ബന്ധുക്കൾ നോർക്ക റൂട്ട്സ് മുഖേന ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകി. കഴിഞ്ഞ 1 വർഷമായി ദമാം ദല്ലയിൽ ജോലി ചെയ്യുന്ന രമേശിനെ ജനുവരി 1-ാം തീയതി വെള്ളിയാഴ്ച രാത്രി വരെയും കണ്ടതായി, അതിനുശേഷമാണ് അദ്ദേഹത്തെ പറ്റി വിവരമില്ലാത്തതെന്നും സഹപ്രവർത്തകർ പറയുന്നു. രമേശിന്റെ മൊബൈൽ താമസ സ്ഥലത്തിന് സമീപത്തു നിന്നും കിട്ടിയതായി സഹപ്രവർത്തകർ വ്യക്തമാക്കി.
കൊല്ലം ജില്ലയിലെ ചിതറ പഞ്ചായത്തിൽ കിഴക്കുംകര മരുതിമൂട്ടിൽ നൌഷാദിനുള്ള ചികിത്സാ സഹായം വെസ്കോസ മലയാളി അസോസിയേഷൻ കൈമാറി. ബധിരനും മൂകനുമായ ഇദ്ദേഹത്തിന്റെ ഇരുവൃക്കകളും തകരാറിലാണ്. നിർധന കുടുംബത്തിലെ അംഗമായ ഇദ്ദേഹത്തിന്റെ 2 കുട്ടികളും ബധിരരും മൂകരുമാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നൌഷാദിന് തുടർ ചികിത്സയ്ക്ക് പണം ആവശ്യമായ സാഹചര്യത്തിലാണ് WMA സഹായം കൈമാറിയത്. ചടങ്ങിൽ രാജേഷ്, ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. ദമാമിലെ മലയാളികളുടെ കൂട്ടായ്മയായ തരംഗം കൾച്ചറൽ അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ജോൺ ലോനപ്പനും സെക്രട്ടറിയായി സുരേഷ് വടക്കത്തും ട്രഷററായി വിനോദ് കുമാറിനെയും തിരഞ്ഞെടുത്തു. സെബി അബ്രഹാമിന്റെ അധ്യക്ഷതയിൽ കൂടിയ ജനറൽ ബോഡി 10ാം വാർഷികം 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. റന അബ്ദുൽ വാഹിദ് മുൻഷി എന്നയാളുടെ 2281330270 എന്ന നമ്പറിലുള്ള ഇഖാമ ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പരിസരത്ത് വെച്ച് നഷ്ടമായി. കണ്ടുകിട്ടുന്നവർ 0554557287 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ വയനാട് ജില്ലയിലെ പര്യടനം പൂർത്തിയായി. നാളെ കോഴിക്കോട് ജില്ലയിൽ ജാഥ പര്യടനം നടത്തും. സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിയ പതിനായിരങ്ങൾ മലയോര ജില്ലയിലെ സ്വീകരണ പരിപാടികൾ അവിസ്മരണീയമാക്കി. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തിന്റെ ഭാഗമായ ഇരിട്ടിയിലായിരുന്നു ആദ്യ സ്വീകരണം. ഇതോടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയായി നവകേരള മാർച്ച് വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചു. ജില്ലാതിർത്തിയിൽ പ്രവർത്തകർ ചേർന്ന് ഊഷ്മള വരവേൽപ്പാണ് ജാഥയ്ക്ക് നൽകിയത്. 100 കണക്കിന് പ്രവർത്തകർ ചേർന്ന് ജാഥാനായകനെ മാനന്തവാടിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. കുടിയേറ്റ കർഷകരും ആദിവാസികളും ഉൾപ്പെടെ വൻ ജനക്കൂട്ടം സദസ്സിൽ. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും ആദിവാസി ജനവിഭാഗം നേരിടുന്ന ചൂഷണവും അവഗണനയുമായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗത്തിലെ മുഖ്യ വിഷയം. ഭൂമി വാങ്ങി നൽകാൻ 50 കോടി രൂപ അനുവദിച്ചു. പിന്നെ ആ ഗവൺമെന്റ് തുടർച്ചയുണ്ടായില്ല, ഇതിനും തുടർച്ചയുണ്ടായില്ല. 50 കോടി രൂപ അനുവദിച്ച് ആ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് ആ 50 കോടിക്ക് തുടർച്ചയില്ലാതിരിക്കണോ? ആ 50 കോടി ഉപയോഗിച്ച് ഭൂമി വാങ്ങാലോ. പക്ഷേ ഇവിടെ ആകെ ചെലവഴിച്ചത് 55 ലക്ഷം മാത്രം ആ 50 കോടി. അടുത്ത സ്വീകരണ കേന്ദ്രമായ സുൽത്താൻ ബത്തേരിയിലെത്തിയപ്പോൾ പ്രദേശം ജനനിബിഡം. സ്വീകരണം മലയോര ജില്ല അവിസ്മരണീയമാക്കി. രാത്രികാല യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള പ്രാദേശിക പ്രശ്നങ്ങളായിരുന്നു ഇവിടെ പ്രസംഗ വിഷയം. ഒപ്പം RSS ഉയർത്തുന്ന വർഗീയതയ്ക്കെതിരായ മുന്നറിയിപ്പും. RSS അജണ്ട അനുസരിച്ചാണ്. അപ്പൊ RSS അജണ്ട അനുസരിച്ച് വെള്ളാപ്പള്ളി നടേശനെ RSS അങ്ങോട്ട് ആകർഷിക്കുന്നു. എന്താ ഉദ്ദേശം? വെള്ളാപ്പള്ളി നടേശനിലൂടെ SNDP-യിൽ അണിനിരന്നിട്ടുള്ള ആളുകളെ മുഴുവൻ RSSന്റെ ഭാഗമാക്കുക. അപ്പൊ RSS അതിന് നല്ല സന്തോഷം. എന്നാൽ RSS സന്തോഷിക്കുമ്പോൾ അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും കൂട്ടരും സന്തോഷിച്ചു. നമ്മുടെ നാടിന്റെ ഭാവിയെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ നാടിന്റെ ഭാവിക്ക് അപകടമുണ്ടാക്കുന്ന ഒരു നീക്കം ഇവിടെ നടക്കുമ്പോൾ അത് ശരിയായി തുറന്നു കാണിക്കാനുള്ള ബാധ്യതയില്ല. വൈകിട്ട് കൽപ്പറ്റയിലെ സ്വീകരണത്തോടെ വയനാട് ജില്ലയിലെ പര്യടനത്തിന് സമാപനമായി. ഇനി നവകേരള മാർച്ച് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കും. കൽപ്പറ്റയിൽ നിന്നും ബാബുരാജ് മൊറാഴയ്ക്കൊപ്പം സാലി മുഹമ്മദ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരിതെളിയിച്ചു. സംവിധായകൻ ജയരാജ് മുഖ്യാതിഥിയായ ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വർണ്ണാഭമായ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മേളയ്ക്ക് തിരിതെളിയിച്ചു. കലോത്സവത്തിന്റെ 56ാമത് ആഘോഷങ്ങൾക്കായി 56 തിരികളാണ് കൽവിളക്കിൽ തെളിഞ്ഞത്. മുഖ്യമന്ത്രി കലാപ്രതിഭകൾക്ക് ആശംസകൾ നേർന്നു. ഈ കലോത്സവം എല്ലാ തരത്തിലും ഉന്നത നിലവാരം പുലർത്തുന്ന, എല്ലാവർക്കും സന്തോഷകരമായി പങ്കെടുക്കാനും പങ്കാളിയാകാനും സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് മേളയിലെ വിവാദങ്ങൾ കുറയ്ക്കാനായെന്ന് അധ്യക്ഷത വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് പറഞ്ഞു. ഗ്രേസ് മാർക്കുകളുടെ
അടിസ്ഥാനത്തിൽ അനാരോഗ്യകരമായ പല പ്രവണതകളും നമ്മുടെ കലോത്സവങ്ങളിൽ കടന്നുകൂടുന്നു എന്നുള്ളത് എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്ന ആക്ഷേപമാണ്. ആ ആക്ഷേപത്തിന് മുഴുവനായി പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിൻ്റെ 1/4 അപ്പീലുകൾ മാത്രമായി ഈ വർഷം അത് നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിച്ചു. സംവിധായകൻ ജയരാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ജനപ്രതിനിധികളും മന്ത്രിമാരും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. KT സ്വാലിഹ്, തിരുവനന്തപുരം. ഏപ്രിൽ 27 മുമ്പ് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് G. ശിവരാജൻ. സാക്ഷികൾ വിസ്താരത്തിന് ഹാജരായില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ. സരിതയുടെ കത്ത് ഹാജരാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. അഭിഭാഷകൻ മുഖേന ബിജു രാധാകൃഷ്ണന് മുഖ്യമന്ത്രിയെ വിസ്തരിക്കാനും അനുമതി നൽകി. കമ്മീഷന്റെ തുടർന്നുള്ള പ്രവർത്തനം സംബന്ധിച്ച അഭിപ്രായം അറിയിക്കാൻ കക്ഷികളോട് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഏപ്രിൽ 27 കമ്മീഷന്റെ കാലാവധി അവസാനിക്കുക എന്നിരിക്കെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കക്ഷികളിൽ പലരും ആവശ്യപ്പെട്ടത്. വിസ്താരത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന സരിതയുടെ കമ്മീഷൻ ഇനി ഒരു കാരുണ്യവും കാണിക്കേണ്ടതില്ലെന്നും കക്ഷികൾ ആവശ്യപ്പെട്ടു. സാക്ഷികൾക്ക് മേൽ ഉന്നത സമ്മർദ്ദമുണ്ടെന്നും അവർ ഗൂഢാലോചന നടത്തി വിസ്തരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്നും ചൂണ്ടിക്കാട്ടിയ ലോയേഴ്സ് യൂണിയൻ സാക്ഷികളിൽ നിന്നും നിർബന്ധപൂർവ്വം മൊഴിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടു. വിസ്താരത്തിന് ഹാജരാകാത്ത സാക്ഷികൾക്കെതിരെ സിവിൽ നടപടി പ്രകാരം വാറണ്ട് പുറപ്പെടുവിക്കാൻ കമ്മീഷന് അധികാരമുണ്ടെന്ന് കമ്മീഷൻ അഭിഭാഷകനും ചൂണ്ടിക്കാട്ടി. സരിതാ നായരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കണമെന്നാണ് കേസിലെ മറ്റൊരു കക്ഷിയായ K. സുരേന്ദ്രന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ സർക്കാരിന് പ്രത്യേക അഭിപ്രായമില്ലെന്നും കഴിയുന്നതും വേഗം അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് നല്ലതെന്നും സർക്കാർ അറിയിച്ചു. ഇക്കാര്യങ്ങളിലാണ് കമ്മീഷൻ വിധി പറയുക. മുഖ്യമന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജിക്കുമോനെ കമ്മീഷൻ വിസ്തരിച്ചു. സരിതയെ 2 തവണ സെക്രട്ടേറിയറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും എന്നാൽ തന്റെ അറിവിൽ സരിതയ്ക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമില്ലെന്നും ജിക്കുമോൻ മൊഴി നൽകി. ജിക്കുമോനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതായി സർക്കാർ അറിയിച്ചു. അതേസമയം ജോപ്പനെ ഈ മാസം 23 വിസ്തരിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ടൈറ്റാനിയം കേസിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി വിധി. ജസ്റ്റിസ് കമാൽ പാഷയുടേതാണ് ഉത്തരവ്. മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർ ആരോപണ വിധേയരായ കേസാണിത്. 256 കോടിയുടെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ അഴിമതിയെന്നാണ് കേസ്. അന്വേഷണത്തിനെതിരെയുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കി. തിരുവനന്തപുരം ടൈറ്റാനിയം കമ്പനിയിൽ മലിനീകരണ നിയന്ത്രണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ തുടരന്വേഷണത്തിന് ഏർപ്പെടുത്തിയിരുന്ന സ്റ്റേ ഉത്തരവാണ് ജസ്റ്റിസ് B. കമാൽ പാഷ നീക്കിയത്. കേസിലെ വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് പ്രതികളിൽ ഒരാളായ കമ്പനി ഉദ്യോഗസ്ഥൻ സന്തോഷ് കുമാർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഹർജിക്കാരനെതിരായ സ്റ്റേ ഉത്തരവ് കോടതി നിലനിർത്തിയാണ് ഇടക്കാല ഉത്തരവ്. നെക്കോൺ കമ്പനി വഴി ഫിൻലാൻഡിലെ കമ്പനിക്ക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിന് കരാർ നൽകിയതിൽ 256 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ആരോപണം. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നിവർക്കെതിരെയായിരുന്നു അന്വേഷണം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് കേസിൽ സ്റ്റേ സമ്പാദിച്ചിരുന്നു. കേസ് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒരു കാലത്തും നടക്കാത്ത കാര്യങ്ങളാണ് വിജിലൻസിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കോടതിയുടെ പരാമർശം വിജിലൻസിനെതിരെയുള്ള കുറ്റപത്രമാണെന്ന് കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കി. അതേസമയം കോടതി പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറായില്ല. ഒരു കാലത്തും നടക്കാത്ത കാര്യങ്ങളാണ് വിജിലൻസിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വിജിലൻസിന്റെ നടപടികൾ പരിഹാസ്യമാണെന്നും വിജിലൻസിനെതിരെയുള്ള കോടതി പരാമർശത്തിന്റെ ഉത്തരവാദി ആഭ്യന്തരമന്ത്രിയാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. അപ്പോൾ ആഭ്യന്തരമന്ത്രിയും ഗവൺമെന്റും തന്നെയാണ് ഇതിന് ഉത്തരവാദി. വളരെ കടുത്ത പരാമർശമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ അനുഭവത്തിലും കോടതി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പരിഹാസ്യമാവുകയാണ് കാര്യങ്ങൾ. കോടതി പരാമർശം വിജിലൻസിനെതിരെയുള്ള കുറ്റപത്രമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഇന്നലെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണം ഈ സംസ്ഥാന വിജിലൻസ് വകുപ്പിനെതിരായിട്ടുള്ളൊരു കുറ്റപത്രമാണ്. ഹൈക്കോടതിയുടെ ഇന്നലത്തെ ആ നിരീക്ഷണം കണക്കിലെടുത്ത് വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. അദ്ദേഹം നിയന്ത്രിക്കുന്ന ഒരു വകുപ്പിനെതിരായിട്ട് ഇത്ര രൂക്ഷമായൊരു വിമർശനം സമീപകാലത്തൊന്നും കോടതിയിൽ നിന്നുണ്ടായിട്ടില്ല. ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും വിജിലൻസ് പുനഃസംഘടിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജിലൻസിനെ സർക്കാർ രാഷ്ട്രീയായുധമാക്കി മാറ്റുന്നുവെന്നാണ് VS അച്യുതാനന്ദന്റെ പ്രതികരണം. ഈ വിജിലൻസ് എന്ന് പറയുന്നത് മന്ത്രിമാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെറും ഒരു ആയുധം മാത്രമാണ്. സത്യസന്ധമായി കേസ് അന്വേഷിച്ച് കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായി കർശനമായി നടപടിയെടുക്കുവാനുള്ള ഉൾക്കട്ടിയുള്ള ഒരു വിജിലൻസ് അല്ല.
അതേസമയം വിജിലൻസിനെതിരെയുള്ള കോടതി പരാമർശത്തെക്കുറിച്ച് താൻ എന്തു പറയാൻ എന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഹൈക്കോടതി പറഞ്ഞതിന് കോടതി പറഞ്ഞതിന് എനിക്ക് പറയാൻ സാധിക്കുമോ? വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജൻ പ്രതിയല്ലെന്ന് കോടിയേരി. CBIയുടെ നിലപാട് നോക്കി ജയരാജൻ മുന്നോട്ട് പോകുമെന്നും കോടിയേരി പറഞ്ഞു. CBIയുമായി എല്ലാ കാലത്തും സഹകരിച്ചിട്ടുണ്ടെന്നും കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമവശങ്ങൾ അഭിഭാഷകർ പരിശോധിക്കുമെന്നും പി ജയരാജനും വ്യക്തമാക്കി. അതേസമയം കതിരൂർ മനോജ് വധക്കേസിൽ പ്രതിയല്ലാത്തതിനാൽ പി ജയരാജൻ മുൻകൂർ ജാമ്യം എടുക്കേണ്ടെന്ന് കോടതി നിർദ്ദേശിച്ചു. പി ജയരാജൻ കേസിൽ പ്രതിയല്ല എന്ന് CBI സെഷൻസ് കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അല്ലാത്തൊരാൾ ഹാജരാകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇനി CBI എന്താണ് നിലപാടെടുക്കും നോക്കിയിട്ട് ആയിരിക്കും ജയരാജൻ നിലപാട് സ്വീകരിക്കേണ്ടത്. ഇപ്പം ജയരാജൻ പ്രതിയല്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിപ്പോൾ കോടതിയിൽ CBI പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ പ്രതിയല്ല. അല്ല, ആ കേസിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞ കാര്യം ഇന്ന് ജഡ്ജിമെൻറ്റിൽ ഉൾപ്പെടുത്തിയെന്ന കാര്യം മാത്രമേ ഉള്ളൂ. പുതുതായ ഒരു കാര്യവും ഇന്നത്തെ ജഡ്ജിമെൻറ്റിനകത്തില്ല. ഇതെല്ലാം അന്ന് കോടതിയിൽ പരാമർശിച്ച കാര്യം ജഡ്ജിമെൻറ്റിനകത്ത് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് ഓരോ ദിവസവും ഇങ്ങനെ വാർത്ത കൊടുത്ത് ലൈവായി നിർത്താൻ വേണ്ടി നിങ്ങളിങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഓരോ ദിവസവും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറയേണ്ട കേസല്ല ഇപ്പം. അന്ന് മറുപടി പറഞ്ഞിടത്ത് തന്നെ ഞങ്ങൾ നിൽക്കുകയാണ്. അതിനുവേണ്ടി ഒരു പുതിയൊരു മറുപടിയുടെ ആവശ്യമില്ല. അതിൽ അന്ന് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ചക്കരക്കല്ലിൽ സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽപ്പെട്ട് 3 പേർ മരിച്ചു. മരിച്ചവരിൽ അമ്മയും മകനും ഉൾപ്പെടുന്നു. സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അമ്മയും മകനും അപകടത്തിൽപ്പെട്ടത്. ശ്വാസം മുട്ടിയാണ് മൂവരും മരണമടഞ്ഞത്. ഹൈദരാബാദ് സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥി രോഹിത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സംഘപരിവാറും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെട്ട ഗൂഢാലോചനയാണ് രോഹിതിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. പട്ടികജാതിക്കാരോട് RSSന് കടുത്ത വിരോധമെന്നും ഇതാണ് രോഹിതിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും CPIM PB അംഗം പിണറായി വിജയനും പറഞ്ഞു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന് സൂചന. പത്താൻകോട്ട് ആക്രമണത്തിൽ ഒരു ജെയ്ഷെ മുഹമ്മദ് ഭീകരനെതിരെ പോലും പാകിസ്ഥാൻ നടപടി സ്വീകരിച്ചില്ല. ഇരു രാജ്യങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അതേസമയം പാക് അന്വേഷണ സംഘം ഇന്ത്യയിലേക്ക് വരേണ്ടെന്ന് ദില്ലിയിലെ ഉന്നതതല യോഗത്തിന് ശേഷം രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി.